ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിന് മുകളിൽ അരിപ്പ എടുത്ത് വയ്ക്കാം. അതിൽ നമുക്ക് 3/4 കപ്പോളം മൈദ ഇടാം. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് അളവിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. മിക്സാക്കി മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ട ആയതുകൊണ്ട് 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ അതിൽ തന്നെ നമുക്ക് 1 കപ്പോളം പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര അതിലൊന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കണം. പിന്നെ അതിൽ തന്നെ നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വച്ചിരുന്ന പൊടി ഇതിലോട്ട് നമുക്ക് കുറച്ച് 3 തവണയായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിസ്ക് ഉപയോഗിച്ച് 2 ഡയറക്ഷനും ചുറ്റിക്കാതെയുണ്ട് ഒരേ ഡയറക്ഷനിൽ ചുറ്റിക്കാൻ നോക്കുക. നമ്മൾ 2 ഡയറക്ഷൻ ഉപയോഗിക്കുമ്പോൾ കേക്ക് പൊങ്ങാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ഇതിൽ 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ നേരത്തെ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരുന്ന ട്രേയിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു ഈർക്കിൽ കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത്പിക്ക് കൊണ്ടോ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കണം. കാരണം ആ മാവ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിൽ ബബിൾസ് കാണാം. അത് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. കാരണം കേക്ക് വെടിഞ്ഞ് പോവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ കുക്കറിലാണ് വെച്ചിരുന്നത്. കേക്ക് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ട്രേയിൽ നമ്മൾ കേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റ്നെസ് ആണ്. കണ്ടില്ലേ? ഇപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ടായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് വളവും കോണലൊന്നും ഇല്ലാതെ കേക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഷുഗർ സിറപ്പിന് പകരം മിൽക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം മിൽക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്താലും മതിയാവും. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമിന് പകരം ഐസിങ് ഷുഗറാണ് അപ്ലൈ ചെയ്യുന്നത്. പൂക്കളുക്കുൾ കത്തി ചെണ്ടയടി. ഞാനിതൊന്ന് നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ലെയറൊന്ന് വച്ച് കൊടുക്കാം. ഇനി അതിന് മീതെ നമുക്ക് അതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ
മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിന് മേലെ ഇനിയും ഐസിങ് ഷുഗർ അപ്ലൈ ചെയ്യണം. சூறாவளி போல போகிற இந்த இளமைய யாராச்சும் தடுக்க முடியுமா? சுத்தி சுத்தி ஆட்டம் போடுற இந்த வயசிடம் யாராச்சும் நெருங்க முடியுமா? മൂന്നാമത്തെ ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം വച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും വിപ്പിംഗ് ക്രീം സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മീതെ നമ്മൾ ഐസിങ് ഷുഗർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് മുഴുവനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മിക്സി ജാറിൽ ആട്ടി വച്ചിരുന്ന കേക്കിൻ്റെ പൊടി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ മുകളിലായിട്ടും തൂവി കൊടുത്താൽ നമ്മുടെ കേക്ക് റെഡി.